മൂവി കുറച്ച് ആവറേജ് ആണ്. എന്നാലും നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണാൻ വൺ ടൈം വാച്ചിനുള്ള സംഭവം ഉണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ബിലോ ആവറേജ് ആണ്. സെക്കൻഡ് ഹാഫ് ഒരുവിധം ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. കുറച്ച് എന്റർടൈനിങ് ആണ്. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് വന്നിട്ട് ഒരു വലിയൊരു പഞ്ചില്ലായിരുന്നു. പിന്നെ ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് ഒരു ചെറിയ സർപ്രൈസ് പോലെ ഇന്ത്യൻ 3ന്റെ ഒരു എലമെന്റ് കാണിക്കുന്നുണ്ട്. അതിന്റെ സീക്വൻസ് ഒക്കെ കണ്ടാൽ കുറച്ച് രസമുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് വാർ മോഡാണ് അത്. അതിനുവേണ്ടി കുറച്ച് ആളുകൾക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഇതിൽ ഇന്ത്യൻ 2 ഇന്ത്യൻ 1ന്റെ ഒരിടത്തും എത്തുന്നില്ല എന്നുള്ളത് പറയേണ്ടി വരും. കാരണം അതിലെ തന്നെ പഴയ വീഞ്ഞ് തന്നെ പുതിയ കുപ്പിയിലിട്ട ഒരു അനുഭവമേ വരുന്നുള്ളൂ. ഇന്ത്യൻ 3 കുറച്ച് പ്രതീക്ഷ കാണുന്നുണ്ട്. അതിന്റെ സീക്വൻസ് ഒക്കെ കുറച്ച് ഷോട്ട് കാണിച്ചത് നന്നായിട്ടുണ്ട്. ആ ഷോട്ട്സ് നൈസാണ്. ഇനി എത്രത്തോളം നന്ന പടം വന്നിട്ടേ അറിയാൻ പറ്റൂ. പക്ഷെ മെയിനായിട്ട് പറയേണ്ട സിദ്ധാർത്ഥിന്റെ അഭിനയമാണ് ഏറ്റവും ഹൈലൈറ്റ്. ഉലകനായനുള്ള സ്പേസ് കുറേ അടുത്ത് ഉണ്ടെങ്കിലും വലിയ ഡയലോഗ് ഡെലിവറി ഒരുപാട് ഇല്ല. കുറേ ഫൈറ്റ് സീക്വൻസ് ഒക്കെ റെപ്പിറ്റേറ്റീവ് പഴയ മോഡ് തന്നെ. ഒരു കുറച്ചും കൂടെ ഒരു മോഡേൺ ഇതും കൂടെ ഒക്കെ കൊണ്ടുവരായിരുന്നു പുള്ളിയുടെ ഫൈറ്റിൽ. അങ്ങനെയൊക്കെ ഉള്ളൊരു കുറച്ച് പ്രോബ്ലംസ് സീൻ കണ്ടിട്ടുണ്ടെന്നുള്ളതുള്ള. മൊത്തത്തിൽ കാണാം. സോങ് പൊതുവെ കുഴപ്പമില്ലാന്നേ പറയാനുള്ളൂ. അനിരുദ്ധിന്റെ സെയിം ട്രാക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം അനിരുദ്ധ് എല്ലാ മൂവിയിലും എടുക്കുന്ന ആ സെയിം ട്രാക്ക് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ ഒന്ന് മാറ്റി പിടിക്കേണ്ടി വന്നത്. കാരണം ഈ ഒരു മൂവിയുടെ സോഷ്യൽ സീക്വൻസ് ഇതിലൊക്കെ വെച്ച് മാസ് BGMനെ കാറ്റും വേറെ കുറച്ചും കൂടി സീക്വൻസിലുള്ള മ്യൂസിക് കൂടെ വേണ്ടി വന്നിരുന്നു എന്ന് തോന്നുന്നു. മൊത്തത്തിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് 3 എടുക്കുമെന്ന് തോന്നുന്നു. ഇതിന്റെ റെസ്പോൺസസ് വരുന്നത് വെച്ചിട്ട് കുറെ കൂടെ കെയർഫുൾ ആയിരിക്കുമെന്ന് ശ്രദ്ധിക്കുന്നു തോന്നുന്നുണ്ട്. ഉലയനാന്റെ അഭിനയത്തിന് ഒന്നും പറയണ്ട. കാരണം എത്രത്തോളം യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു വിഷമം തോന്നുന്നുണ്ട്. പക്ഷെ നല്ല മൂവി ഒരു തവണ എന്തായാലും കാണാം. പിന്നെ ഉള്ളൊരു സ്ലോനെസ് ഉണ്ട്. ഒരുപാട് അടുത്ത് നമ്മളെ ലാഗ് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കണക്ട് പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് വളരെ ഡിസപ്പോയിന്റിങ് എന്ന് തന്നെ പറയേണ്ടത്. സെക്കൻഡ് ഹാഫ് പക്ഷേ ഒരുപാട് സീക്വൻസ് ഭയങ്കര എന്റർടൈനിങ് എൻഗേജിങ് ആക്കിയിട്ടുണ്ട്. നല്ല സെന്റിമെന്റലാണ്. ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് കൂടുതൽ കൊണ്ടുവന്നു. അതും കുറച്ച് അരോചകമായി വരാറുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രോബ്ലം കാണുന്നുണ്ട്. അല്ലാതെ മൊത്തത്തിൽ വൺ ടൈം വാച്ച് മൂവി എന്തായാലും ഒന്ന് കാണാം. അതൊക്കെ കുഴപ്പമില്ല. സൂപ്പർ എന്ന് ഞാൻ പറയുന്നില്ല. ഒരു ആവറേജ് മൂവി കാണാം. വലിയ എക്സ്പെക്ടേഷൻ വരാതെ കണ്ടാൽ കുഴപ്പമില്ലാതെ പോവാം. എക്സ്പെക്ടേഷനോടെ വരരുത് എന്നുള്ളതാണ്. ഒരു തേർഡ് പാർട്ട് വരുന്നുണ്ട്. അതിന് ട്രെയിലർ കാണിച്ചു. അതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് എലമെന്റ്സ് ഉണ്ട്. അത് ഫുൾ ഓൺ കണ്ടിന്യൂ ചെയ്താൽ തേർഡ് ബെറ്റർ ആയിരിക്കും. പക്ഷെ സെക്കൻഡ് ഒരു ആവറേജ് ആണ്. അതും ചേട്ടാ കൊള്ളൂല. പോരെ ഇന്ത്യൻ 2 ഇറക്കണ്ടായിരുന്നു, അത്രേ പറയുള്ളൂ. ഈ പടം എന്തിനിറക്കി എന്ന് മാത്രം ശങ്കർ ചോദിച്ചാൽ കൊള്ളാം. ഒട്ടും കൊള്ളൂല സത്യം ചേട്ടാ. 3 മണിക്കൂറൊക്കെ വെറുതെ ഇരുന്ന് വധം ചേട്ടാ. ഇതിനൊക്കെയാണ് അവർ ഇറക്കിയെന്ന് അറിയത്തില്ല. തേർഡ് പാർട്ട് ട്രെയിലർ കണ്ടപ്പം കുഴപ്പമില്ല എന്ന് തോന്നി. ഇത് വന്നപ്പം പോലെ ഫസ്റ്റ് ഹാഫിൽ ലൈക്ക് കമൽഹാസൻ കൊടുക്കുന്ന ബിൽഡപ്പ് ഉണ്ട്, അതുവരെ കൊള്ളാം. അതിനുശേഷം പടം കയ്യിൽ നിന്ന് ഫുള്ളും പോയി. അവസാനം വരെ പടം എങ്ങനെ തീർന്നാൽ മതി എന്നായി. പോരെ, ശങ്കർ ടച്ചേ ഇല്ല, ഒന്നുമില്ല പടത്തിൽ. കാണണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്.